ഹായ് ഗൈസ്, ഇറ്റ്സ് മീ Zaak. വെൽക്കം ബാക്ക് ടു zaaktech. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കുഞ്ഞു പരീക്ഷണമാണ്. വേറെ ഒന്നല്ല, നമ്മുടെ കയ്യിൽ ഒരു PIR സെൻസർ ഉണ്ട്, അതായത് പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ആൾക്കാരെയൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ട്, അതായത് ഇതൊരു ഡിറ്റക്ഷൻ സെൻസറാണ്. അതായത് എന്തെങ്കിലും മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതെന്തെങ്കിലും ഔട്ട്പുട്ട് കൊടുക്കും. ഓക്കെ, ആ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും നമുക്ക് ബസർ കൊടുക്കുകയാണ് ബസർ ഓണാവും, ഇതിപ്പോൾ ബൾബ് കൊടുക്കുകയാണ് ആ ബൾബ് ഓണാവും. ഓക്കെ, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതാണ് PIR സെൻസർ, പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ. ഓക്കെ, അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മളൊരു ഓട്ടോമാറ്റിക് ലൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതായത് നമ്മൾ ബൾബ് വീടുകളിലൊക്കെ നിറയെ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഹോൾഡറിൽ നമ്മൾ ഇതുപോലത്തെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ആൾക്കാർ അതിന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യും. ഒരു കുറച്ച് നേരം നമ്മൾ ഇതിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു 10 സെക്കൻഡ് 12 സെക്കൻഡ് ഇത് ഓൺ ആയിക്കൊണ്ടേയിരിക്കും. ആ ടൈം കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. പിന്നെ ആൾക്കാർ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓണം. ഇതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻസർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ പേരാണ് PIR സെൻസർ, പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്നാണ് മൊത്തത്തിലുള്ള ഫുൾ നെയിം വരുന്നത്. ഇതിന് 3 കണക്ഷനാണ് വരുന്നത്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്, അതായത് VCC, GND, പിന്നെ ഔട്ട്പുട്ട്. ഇത് സെൻട്രലിലുള്ള വൈറ്റ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ വോൾട്ടേജ് കൊടുത്താൽ ഇത് എന്ത് ചെയ്യും, മുന്നിൽ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യുന്നതാണ്, ഇത് ഔട്ട്പുട്ട് നൽകും. ആ ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സാധനം ഓട്ടോമേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് വെച്ചാൽ മുൻ സൈഡിലുള്ളത് ഇതിൽ TX ഉണ്ടാവും, അതുപോലെ SX ഉണ്ടാവും. അതായത് ഒന്ന് ടൈം അഡ്ജസ്റ്റ്മെന്റും ഒന്ന് സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ്മെന്റും. ഇത് ഏകദേശം ഒരു 10 മീറ്റർ റേഞ്ചിൽ വരെ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ സെൻസിറ്റിവിറ്റി കിട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് ടൈം അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതായത് TX. ഇത് നമുക്ക് മാക്സിമം 5 മിനിറ്റ് വരെ ഇതിൽ എന്ത് ചെയ്യാം, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ യൂസേജ്, ബാക്ക് സൈഡിൽ ഇതിന്റെ യൂസേജ്. ഓക്കെ, ഈ ഒരു സെൻസറിന്റെ പല മോഡൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് ഇപ്പോൾ HCSR 501 എന്ന് പറയുന്നൊരു മോഡലാണ്. ഓക്കെ, ഇതാണ് അത് മോഡൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മുന്നിലുള്ള ഈ ഒരു കവചം നോക്കാം. ഈ ഒരു കവചം എന്ത് ചെയ്യും, എല്ലാവരും സ്പ്രെഡ് ചെയ്ത് 180 ഡിഗ്രി ആംഗിളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇട്ടത്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സെൻസർ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഇത് വെറുതെ അല്ല, ഇത് ആ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി ഇട്ടതാണ്. അതായത് 180 ഡിഗ്രി മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടതാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ സെൻസർ വെച്ചിട്ട് ഞാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്, അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതാണ് ഇവിടെ ഞാനൊരു ഹോൾഡർ, അതായത് മൊത്തത്തിലൊരു ഹോൾഡർ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ഹോൾഡറിന്റെ ഉള്ളിലാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 9 വോൾട്ട് 12 വോൾട്ട് എത്ര വോൾട്ടിനോ ഏത് ടൈപ്പുള്ള ബൾബ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമുക്ക് ഈ സെൻസർ എന്ത് ചെയ്യാം, ബൾബിന്റെ എവിടെ കൊണ്ടേ ഫിറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ട്. അതായത് ഫിലിപ്സിന്റെ ബൾബൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, ആൾക്കാർ പോകുമ്പോൾ മഷീൻ ടിക്ക് ചെയ്തിട്ട് ഓൺ ആവുന്നത്. അതിന്റെയൊക്കെ സെൻസർ വരുന്നത് ഈ ബൾബിന്റെ ഇവിടെയാണ്. ഓക്കെ, കുറച്ച് വലിയ ബൾബ് ടൈപ്പ് ബൾബായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ ആ ഒരു ബൾബിന്റെ പോരായ്മ എന്ന് വെച്ചാൽ നമുക്ക് ആ ബൾബിനെ എല്ലാവരുടെയും കൊണ്ടുവരണം. ഇതാകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഏത് ബൾബ് ഈ ഹോൾഡറിൽ ഇട്ട് കൊടുത്താലും ഇത് വർക്ക് ചെയ്യും എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതിനും ഡിമെറിറ്റ് ഉണ്ടാവും, ഇതിനും ഡിമെറിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് ഏത് ബൾബും ഇതിവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിവിടെ ഒരു ബൾബ്, ഇതിന് നമ്മളൊരു ബൾബ് ഇട്ടു, നമ്മൾ ഇതിലേക്ക് വോൾട്ടേജ് കൊടുത്താലും എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഹോൾഡർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ നോക്കാം. ഓക്കെ, ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഉള്ളിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് ഇത് കണ്ടോ, ഇവിടുന്ന് AC കണക്ഷൻ്റെ വയറാണിത്, ഇത് DC കണക്ഷൻ. അതായത് ഈ സെൻസർ വർക്ക് ചെയ്യാനും വോൾട്ടേജ് വേണം, ബൾബ് വർക്ക് ചെയ്യാനും വോൾട്ടേജ് വേണം. ഇത് സെൻസർ വർക്ക് ചെയ്യാനും വോൾട്ടേജ് വേണം, ഈ സെൻസർ വർക്ക് ചെയ്യാനും വോൾട്ടേജ് വേണം, അതുപോലെ ബൾബ് വർക്ക് ചെയ്യാനും വോൾട്ടേജ് വേണം. ബൾബിന് DC ആണ് വേണ്ടെങ്കിൽ സെൻസറിന് DC ആണ് വേണ്ടെങ്കിൽ ബൾബിന് AC ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് 2 വോൾട്ടേജ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം, AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും മൊഡ്യൂളോ സെറ്റപ്പോ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തില്ല, കാരണം ഞാൻ ഓൾറെഡി ഒന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ഇതിനാണ് എടുത്തത്. കാരണം എൻ്റെ അടുത്തുള്ളത് ഒരു 12 വോൾട്ടിന്റെ SMPS ആണ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഈ AC നേരിട്ട് ഒരു വയർ എന്ത് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇതിൽ AC വയറുണ്ട്, DC വയറുണ്ട്. AC വയർ ബൾബ് വർക്ക് ചെയ്യാനാണ്, DC നമ്മളെ സെൻസറും റിലേയും വർക്ക് ചെയ്യാനാണ്. ഓക്കെ, ഇത് 12 വോൾട്ടിന്റെ റിലേ ആണ് ഞാൻ ഇതിലുള്ള ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 12 വോൾട്ടിന്റെ റിലേ നമ്മൾ ഉണ്ടാക്കാൻ വരുന്നത് BC 545, അതുപോലെ 14007 ഡയോഡ്, അതുപോലെ തന്നെ ഒരു 1K റെസിസ്റ്റർ. ഇതൊക്കെ ഉണ്ട്, നമുക്കൊരു റിലേ മൊഡ്യൂൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കിയ റിലേ മൊഡ്യൂൾ എന്ത് ചെയ്യും, നമ്മൾ റിലേ മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയാലോ, റിലേ മൊഡ്യൂൾ സ്വിച്ച് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ സ്വിച്ച് പോലെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒരു ഈ ബൾബിലേക്ക് പോകുന്ന 2 കണക്ഷൻ, അത് ന്യൂട്രൽ ഫേസ് ഉണ്ടോ അതിലേതൊരു ഒരു കണക്ഷൻ കട്ട് ചെയ്തിട്ട് റിലേയുടെ 2 എൻഡിൽ കൊടുക്കും. സാധാരണ ഇലക്ട്രോണിക്സിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, റിലേയുടെ കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇത് PIR സെൻസറിന് ഔട്ട് വരുമ്പോൾ റിലേക്കുള്ള ഔട്ട് കൊടുക്കും. അപ്പോൾ റിലേ ഓൺ ആവും, ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ ബൾബ് കത്തും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ വരുന്നത്. എനിക്ക് തന്നെ എന്തൊക്കെയാണ് ഒന്നും മനസ്സിലാക്കില്ല എന്ന് എനിക്ക് തെറ്റിക്ക് നിങ്ങൾക്ക് അറിയാറുണ്ട്, അത് ഇഗ്നോർ ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മളുടെ കണക്ഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു ബൾബ് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഓർഡറിൽ. അതുപോലെ നമ്മൾ പോസിറ്റീവ് ഓക്കെ SMPS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് DCക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ 12 വോൾട്ടിന്റെ SMPS ആണ്, 12 വോൾട്ട് 2 ആംപിയറിന്റെ SMPS ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, 12 വോൾട്ട് ഔട്ട്പുട്ട് ഇതിൽ വരും. ഔട്ട്പുട്ട് നമ്മളിവിടെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ AC കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതെന്ത് ചെയ്യാം, ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മളിത് ഓണാക്കാൻ പോവാണ്. സോറി ബ്രേക്കർ ഡൗൺ ആക്കി. ഓക്കെ, നമ്മളോട് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. ഡി സിക്ക് വേണ്ട, ഡി സിക്കാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇട്ടു. ഓണായിട്ടുണ്ട്. ഇത് റിലേ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ബൾബ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും തന്നെയാവുന്നത്. ഒരു നിമിഷം. വർക്കിംഗ്. ശരി, ആൾക്കാരെ മുന്നിൽ ഡിറ്റക്ട് ചെയ്യാതെ ഓണാൻ പാടില്ലല്ലോ. ഏകദേശം 11 സെക്കൻഡ്, 11 സെക്കൻഡിന്റെ ഡിലേ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് 11 സെക്കൻഡ് ഓണോ, 11 സെക്കൻഡ് കഴിഞ്ഞ് ഓഫ് ആവും. വീണ്ടും ആരെങ്കിലും മുന്നിൽ വന്നിട്ട് നല്ല കോപ്രായം കാണിച്ചാൽ ഇത് വീണ്ടും ഓണാവും. അത് ഇതിൻ്റെ ഒരു മോശം എന്ന് വെച്ചാൽ ഇതിന് ടൈം എടുക്കും. അതായത് ഇത് സെൻസ് ചെയ്യാൻ കുറച്ച് അതിൻ്റെ ഔട്ട്പുട്ട് വരാൻ ചെറിയൊരു ടൈം ഡിലേ ഉണ്ട്. അത് അല്ലാതെ ബാക്കിയുള്ള ഇതിന് ഓക്കെയാണ്. നമ്മൾ ഒരു മോശം കണ്ട ആ ഒരു മോശം കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ ശേഷമാണ് ഇത് ഓണാണ്. വേറെ പ്രശ്നമൊന്നും എനിക്ക് ഇതിൽ തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കിത് റൂമിൽ വെച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ ഓണാകുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം കുഴപ്പമില്ല. കുറച്ച് സ്പീഡായി വരുന്നത്. നമ്മൾ കുറേ കാലം ഓഫാക്കി ഇട്ടുകൊണ്ടാണ്. ഇപ്പോൾ സ്പീഡായി ഇത് വരുന്നുണ്ട്. പിന്നെ പുകഴ്ത്തി പറയുമ്പോൾ നീ ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത്. എന്നാലും ഡിലേ വരുന്നുണ്ട് ഗൈസ്. അത് ഞാനിത് നിങ്ങൾക്ക് റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചാൽ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ റൂമിൽ കയറിയാണ്. റൂമിൽ കയറുമ്പോൾ ഉണ്ടോ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു തട്ടുമിലാണ് നമ്മൾ ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സാധാരണ നമുക്ക് ഈ ഹോട്ടലിലാണ് വെക്കേണ്ടത്. കാരണം ഹോട്ടൽ ഞാനിത് ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇവിടെയാണല്ലോ നമ്മളിങ്ങനെ ചരിച്ച് വെക്കുമ്പോഴത്തേക്കും സെൻസർ നേരെ അടിയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ കറക്റ്റ് വെക്കേണ്ടത്. അതായത് ഇത് കാണുന്നില്ല, ഇവിടെയാണ് സെൻസർ വെക്കേണ്ടത്. അപ്പം ആ ഓർഡർ എന്ത് ചെയ്യും, നമ്മൾ ആ ഓർഡർ അവിടെ ഫിറ്റ് ചെയ്താൽ സെറ്റായിരിക്കും. കറക്റ്റ് സെൻസറിന് മോശം കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടോ ഒരു 11 സെക്കൻഡിൽ ഓൺ ആയി കിട്ടും. നമ്മളിപ്പോൾ ഒരു 50 വാട്ട്സിൻ്റെ ബൾബാണ് ഇട്ട് നല്ല വെളിച്ചം വരേണ്ടിയിട്ട്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സാക്ക്. ഗുഡ് ബൈ.